എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ ആഘോഷ നാളുകൾ, അതായത് ഓണം നാളുകളിൽ നാം പങ്കെടുക്കാറുള്ള സൽക്കാരങ്ങളെക്കുറിച്ചാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഒന്ന് പറയാം. പ്രധാനമായും നല്ല നാളുകൾ വരുമ്പോൾ നാം മിക്കവാറും നമ്മുടെ സുഹൃത്തുക്കളുമായി ഒന്നിച്ചു കൂടാറുണ്ട്. സുഹൃത്തുക്കൾ നമ്മെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നാം സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട്. അതായത് ഇപ്പോഴത്തെ കേരള ലൈഫ് സ്റ്റൈൽ വെച്ച് ഒരു സൽക്കാരമെന്ന് പറഞ്ഞാൽ അതിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ഘടകമാണ് മദ്യം ഉണ്ടാകും. എന്നാൽ ഈ മദ്യം കഴിക്കുന്നവരിൽ ആരൊക്കെ ഏത് ചിന്താഗതിക്കാരെന്ന് അറിയില്ല. ഒന്ന് മനസ്സിലാക്കണം, മനുഷ്യനിൽ ഒരു ചിലർ വലിയ പ്രതികാരദാഹികളാണ്. ഏതെങ്കിലും കാരണവശാൽ ഈ സൽക്കാരത്തിന് ഒന്നിച്ചു കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ മുൻകാലങ്ങളിൽ എന്തെങ്കിലും വൈരാഗ്യമുള്ള ആരെങ്കിലുമാണ് ആ പാർട്ടിയിലുണ്ടെങ്കിൽ ഈ മദ്യം ഉള്ളിൽ കയറുമ്പോൾ പഴയ ഓർമ്മകൾ വന്ന് അവരുടെ മേക്കിട്ട് കയറാൻ തുടങ്ങും. അപ്പോൾ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. അപ്പോൾ സമാധാനപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ ഈ പ്രതികാരദാഹിക്ക് വീര്യം കൂടുകയുള്ളൂ. ഓട്ടോമാറ്റിക് കുറച്ച് പേരാണെങ്കിൽ അയാൾ കൂടുതൽ വീര്യം കൂടും. കാരണം അതിന് ആൾക്കാർക്ക് പറയാം മദ്യപിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, മദ്യപിച്ചിട്ടായിരിക്കില്ല. പക്ഷേങ്കിൽ അബോധാവസ്ഥയിൽ അവന് ബോധം ഉണ്ടാകും, ഞാൻ മനഃപൂർവ്വം ഒരു ഇഷ്യൂ ചെയ്യാൻ വേണ്ടി തന്നെയാണ് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് സർവ്വസാധാരണമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഓണനാളുകൾ, ഉത്സവ നാളുകൾ, ഇതിലെല്ലാം കൂടുതൽ അത്യാഹിതങ്ങൾ ഉണ്ടാകുന്നത് മദ്യത്തിൽ കൂടിയാണ്. മദ്യം കഴിക്കുക, തമ്മിൽ തല്ലുക, പാർട്ടി നടത്തുക, ഇത് ഒരു സാധാരണ നടക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് വരുന്നത് മദ്യത്തിൽ കൂടി ഉണ്ടായ കശപിശകളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മലയാളി സുഹൃത്തുക്കളോട് പറയാണ്, നിങ്ങൾ ഏതെങ്കിലും സൽക്കാരത്തിന് പോകുമ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, ആരാണ് വിളിക്കുന്നത്, അതിൽപ്പെടുന്ന ആരൊക്കെയാണെന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ചിട്ടായിരിക്കണം ആ പാർട്ടിയിൽ പങ്കെടുക്കേണ്ടത്. കാരണം ഒരു പക്ഷേ നിങ്ങൾ ആരോടെങ്കിലും ഒരു ചെറിയ കുഞ്ഞു വഴക്കുണ്ടായിരുന്നിരിക്കാം, പക്ഷെ നിങ്ങൾ മറന്നിരിക്കും. പക്ഷെ മറക്കാത്ത ചില പ്രതികാര ദാഹികളായിരിക്കും നിങ്ങളോടൊപ്പം ഇരുന്ന് കള്ളടിക്കുന്നെങ്കിൽ അവരെന്തായാലും അതിനെപ്പറ്റി റിറ്റാലിയേറ്റ് ചെയ്യാൻ ആ സമയം ഉപയോഗിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചതായിരിക്കില്ല. അപ്പോൾ അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ മദ്യ സൽക്കാരത്തിൽ ആരെങ്കിലും പങ്കെടുക്കുന്നെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കി പങ്കെടുക്കാൻ നോക്കുക. അതല്ലെങ്കിൽ വീട്ടിൽ നിന്നും വരുന്ന അതേ രീതിയിലായിരിക്കും നിങ്ങൾ വീട്ടിൽ തിരിച്ച്, ചിലപ്പോൾ കയ്യോ കാലോ വേണ്ട, ചിലപ്പോൾ ജീവനും നഷ്ടപ്പെടും. ഇതെല്ലാം ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. ചെറിയൊരു അശ്രദ്ധ കൊണ്ട് നിങ്ങൾക്ക് മദ്യപിക്കാനുള്ള, മദ്യത്തിനോട് ഇത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മദ്യപിച്ചോളൂ, നിങ്ങൾ തനിച്ചിരുന്ന് മദ്യപിക്കാം. പക്ഷേ നല്ല നാളുകളിൽ വീടിനെ ദുഃഖത്തിൽ ആഴ്ത്തരുത്. കയ്യും കാലും ചതവും മുറിവും പറ്റി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, ഭാര്യയും മക്കൾക്കും ഉണ്ടാകുന്ന മാനസിക വേദന ഈ കള്ളടിക്കുമ്പോൾ തോന്നത്തില്ല. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും പറയുന്നു, പ്രത്യേകിച്ച് മദ്യപിക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ മദ്യപിച്ചോളൂ, നിങ്ങളെ കൊണ്ട് അങ്ങനെ നിർത്താൻ പറ്റില്ല. അത് നിർത്താൻ പറ്റുകയാണെങ്കിൽ അനായാസം നിർത്താൻ പറ്റും. പക്ഷേ അതിന് പല കാരണങ്ങളും കള്ളുകുടിയന്മാർക്ക് ഉണ്ടാകും. അത് സാരമില്ല. പക്ഷേ എങ്കിലും ദയവ് ചെയ്ത് നല്ലൊരു സമാധാന അന്തരീക്ഷത്തിൽ ഭാര്യയും കുഞ്ഞുങ്ങളുമായി വീട്ടിൽ നിന്ന് ഓണം ആഘോഷിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നല്ല സംതൃപ്തി ഉണ്ടാകും. മറിച്ച് ഏതെങ്കിലും പരിചയമില്ലാത്ത കൂട്ടുകാരുമായി പോയി അവിടെ നിന്ന് മദ്യപിച്ച് കോലാഹലം ഉണ്ടാക്കി ബുദ്ധിമുട്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഏറ്റവും പ്രധാനം ചെയ്യേണ്ടത്, അബദ്ധവശാൽ നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ രംഗം വഷളാകുന്ന രീതിയിലാണത് മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും വേഗം തന്നെ സ്ഥലം കാലിയാക്കുക. ആ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകരുത്. കാരണം ഈ കള്ള് ഒത്തിരി കൂടുതൽ കുടിച്ച് എല്ലാവർക്കും സ്പിരിറ്റാകും. അപ്പോൾ അവിടെ ആ സമയത്ത് മക്കളെയും കുടുംബത്തെയും ഒന്നും ആരും ഓർക്കത്തില്ല. അവിടെ ഇപ്പോൾ ഞാൻ ജയിക്കും നീ തോക്കും എന്നുള്ള ഒരു മത്സരമാണ് അവിടെ ഉണ്ടാകുക. ആയതിനാൽ ഈ ഓണത്തിൽ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവരും നിങ്ങളുടെ കള്ളുകൂടിയും സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ആപത്തിൽ പോയി പെടാതിരിക്കുക.
ഏത് രീതിയിലാണേലും നമ്മൾ എത്ര കണ്ട് ഒഴിഞ്ഞ് നമ്മുടെ സമയം നമ്മുടെ കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കൊന്നും അറിയില്ല അടുത്ത വർഷം നമ്മൾ കുടുംബത്തിനോടൊപ്പം ഉണ്ടാകും, സന്തോഷമുണ്ടാകും, നമുക്കൊന്നും അറിയില്ല. കാരണം ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. ഏത് സമയത്തും ഈശ്വരൻ നമ്മളെ വിളിച്ചേക്കാം. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡായിരിക്കണം. ഈ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാകണം. അപ്പോൾ ഈ ഓണനാൾ ഞാൻ അവസാനമെന്ന് പറയില്ല, ഈ ഓണനാൾ നിങ്ങൾ സന്തോഷമായി തന്നെ കൂട്ടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പിടിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാകുന്ന മാനസിക വേദനയെക്കുറിച്ച് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ദൈനംദിന പരിപാടികൾ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ഓണത്തിന് വേണ്ടി ഓണം നല്ലതായിരിക്കണം. കഴിവതും ഉള്ളതുകൊണ്ട് ഓണം ഉണ്ണുക എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. കൂടുതൽ ഉള്ള ആഹാരമാണോ, ഇപ്പോൾ നോർമൽ ഫുഡാണെങ്കിലും അതൊന്നിച്ച് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖം ഒരിക്കലും കള്ളുകുടിയിൽ ചേർന്ന് കള്ള് സർക്കാരായിട്ട് ചേർന്ന് പിച്ചും പയ്യും പറഞ്ഞ് അസഭ്യവാക്കുകളും പറഞ്ഞ് ഉണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല വീട്ടിലുണ്ടാകുന്നത്. അതുകൊണ്ട് കഴിവതും സർക്കാരങ്ങളിൽ നിന്ന് മദ്യ സർക്കാരങ്ങളിൽ നിന്ന് പെട്ടുപോയാൽ തന്നെയും അങ്ങനെ എന്തെങ്കിലും ഒരു മോശമായ സാഹചര്യമാണെങ്കിൽ അപ്പം തന്നെ സ്ഥലം കാലിയാക്കുക, അവിടെ നിന്ന് പോകുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷതയാൽ നിങ്ങളെല്ലാം പിന്നെ അതിൻ്റെ സാക്ഷികളായി പോകേണ്ടി വരും. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങളുടെ സമയം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനമ്മമാരോടൊപ്പം ചിലവഴിക്കുക. അതുണ്ടാകുന്ന സുഖം നിങ്ങൾക്ക് ഒരിക്കലും ഈ മദ്യ സർക്കാരിൽ നിന്നും ഒരിക്കലും കിട്ടില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഓണം നല്ലതായി ആഘോഷിക്കാനുള്ള ചെറിയ സംവിധാനങ്ങൾ പ്ലാനിങ് ചെയ്ത് കുടുംബത്തോടൊപ്പം അതിനുവേണ്ടി രൂപരേഖ തയ്യാറാക്കുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK കുമ്പക്കാരൻ. താങ്ക് യു.